ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കുറച്ച് സുഹൃത്തുക്കൾ ചേർന്ന് നടത്തുന്ന അതിജീവനത്തിന്റെ കഥയാണ്. അപ്പൊ നമുക്ക് തുടങ്ങാം. സിനിമയുടെ പേര് എഗെയിൻ GPS. നല്ല പേര്. എഗെയിൻ GPS അല്ല, എഗെയിൻ അപരാധാണ്. എഗെയിൻ GPS എന്ന് പറയുമ്പോ ഇതിനു മുന്നേ വല്ല പടം വന്നിട്ടുണ്ടോ, അതോ ഇത് വല്ല പടത്തിന്റെ രണ്ടാം ഭാഗമാണോ എന്നൊക്കെ നിങ്ങൾക്ക് സംശയം ഉണ്ടാവാം. പക്ഷെ അത്തരം സംശയങ്ങൾക്കൊന്നും ഇവിടെ പ്രസക്തിയില്ല. ഇവരൊക്കെയാണ് നമ്മുടെ കഥയിലെ നായകന്മാർ. ഇവർക്ക് പ്രത്യേകിച്ച് അങ്ങനെ പണിയൊന്നുമില്ല. തിന്നാനും തൂറാനും മാത്രം ജനിച്ച കുറെ യന്ത്രങ്ങള്. ഈ സിനിമ തുടങ്ങി കുറച്ചങ്ങോട്ട് എത്തിയപ്പോഴേക്കും എന്നെ ഞെട്ടിപ്പിച്ചൊരു കാര്യമാണ്. ഈ ചേച്ചിയുടെ മകനാണിത്ര ഇയാള്. എന്നെ നോക്കാതെ നമ്മുടെ മോളുടെ കാര്യം നോക്ക്. രാവിലെ തന്നെ നീ എവിടെ തണ്ടാൻ ഇറങ്ങിയതാ? ഈ ചേച്ചിനെ കണ്ടിട്ട് ഇത്രയും വലിയ മകനൊക്കെ ഉള്ള ആളായിട്ട് തോന്നുന്നുണ്ടോ? ഇതൊക്കെ വിശ്വസിക്കൂ. ബാക്കിപ്പോ എന്താ പണി? സ്വർണ്ണപ്പണിയായിരുന്നു, ഇപ്പൊ പണിയൊന്നുമില്ല. അപ്പൊ നീ ഇന്നലെ പെയിന്റ് പണി വിട്ടാ? കൊറേ പണി ചെയ്തു. നീ വേറെ പണിയൊന്നും പിന്നെ നോക്കിയില്ലേ? ഇതുപോലെ ഇവരങ്ങനെ പണിയുണ്ട്, പണി പോയി, ആ പണി സെറ്റായില്ല, മറ്റേ പണിക്ക് പോയാലോ, അങ്ങനെയൊക്കെ പറഞ്ഞ് ആദ്യത്തെ ഒരു 10 മിനിറ്റ് അങ്ങോട്ട് കളയാണ്. അല്ല ബാക്കി പിന്നെ വേറെ പണിയൊന്നും സെറ്റ് ആയില്ലേ? ജോലിയൊക്കെ ഞാൻ കൊറേ നോക്കി. സംഭവം ഒരു കിഡ്നാപ്പിംഗ് ആണ്. ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ഒരു സ്ഥലത്തെത്തിക്കണം. വീണ് കിട്ടിയ അവസരം ചേട്ടാ ഇത്. അതുകൊണ്ടാ ചേട്ടനെ തമ്പി വന്നേ. അല്ല, ഒരു കണക്കിന് ചിന്തിച്ചാ അതേതായാലും നന്നായിന്നേ ഞാൻ പറയൂ. എന്തായാലും ഇവരാരും ഒരു പണിക്കും പോവാതെ തിന്നു ഉറങ്ങി സമയം കളയാണ്. കിഡ്നാപ്പിംഗ് ചെയ്ത സർക്കാർ ചെലവിൽ ഉണ്ടുറങ്ങിയും ജീവിക്കാം. വീട്ടുകാർക്ക് ആ ഒരു ചെലവെങ്കിലും കുറഞ്ഞു കിട്ടും. നീ പറഞ്ഞതൊക്കെ ശരിയാണ്, പക്ഷെ അങ്ങനെ പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റിയ സ്ഥലമല്ല അത്. അങ്ങനെ ഇവര് കുട്ടിയെ കിഡ്നാപ്പ് ചെയ്യാൻ തീരുമാനിക്കുകയാണ്. കിഡ്നാപ്പ് ചെയ്ത കുട്ടിയെ മരുതമ്പാറയിൽ എത്തിക്കണം. കാടും മലയൊക്കെ കയറണം. നമുക്ക് ആരെങ്കിലും കൂട്ടാം. നമുക്ക് ശിവേട്ടനെ കൂട്ടിയാലോ? അങ്ങനെ ഇവരുടെ ടീമിലേക്ക് ഇതാ പുതിയൊരാൾ കൂടി വരുന്നു, ശിവേട്ടൻ. തമിഴനാണെങ്കിലും ആള് സ്ട്രോങ്ങാ. കൊറേ നേരം ആയല്ലോ തകരപ്പാട്ടയിൽ അടിക്കാൻ തുടങ്ങിയിട്ട്. ഇത് കഴിയുന്നില്ലേ? ഒരു മെയിൻ കഥാപാത്രത്തിന്റെ ബീജമാണ് കേട്ടോ. ഇത് വല്ല വണ്ടിയുടെ ഹോണായിട്ട് വെച്ച നല്ല രസം ഉണ്ടാവും. അങ്ങനെ ശിവേട്ടന്റെ മാസ് ഫൈറ്റ് സീക്വൻസുകൾ ഇവരങ്ങോട്ട് നോക്കി നിൽക്കുകയാണ്. ശിവേട്ടൻ ഫൈറ്റ് കഴിഞ്ഞിട്ട് ബൈക്ക് എടുത്ത് പോകുന്നതും ഇവര് നോക്കി നിൽക്കും. പക്ഷെ ഇവരെന്തിനാ വന്നത് മാത്രം അയാളോട് തൊള്ള തുറന്ന് പറയില്ല. ശിവേട്ടന്റെ മൂഡ് ശരിയാക്കാൻ ദാ ഒരു കുപ്പി ചാരായം ഇതങ്ങോട്ട് പിടിക്കുക. വളിഞ്ചു കയറി വന്നവരല്ലേ? വളിഞ്ഞു കയറി വന്നതോ? അതെന്ത് വളിയല? വളിഞ്ചു കയറി വന്നവരല്ലേ? നമ്മുടെ ശിവേട്ടൻ തമിഴനാണ് കേട്ടോ. പക്ഷെ ഇയാള് തമിഴിനേക്കാൾ നന്നായിട്ട് മലയാളം പറയും. ഇടയ്ക്ക് തമിഴ് മറക്കുകയും ചെയ്യും. അതല്ല ശിവേട്ട, ഞങ്ങളുടെ കയ്യിലൊരു വിഗ്രഹമുണ്ട്. അത് ഞങ്ങൾക്ക് മരുതമ്പാറയിൽ എത്തിക്കണം. അല്ല, വിഗ്രഹമാണോ കുട്ടിയാണോ? നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കണം. മരുതമ്പാറയിലേക്ക് അങ്ങനെ റോഡ് വഴി പോകാൻ പറ്റില്ല. കാരണം കിഡ്നാപ്പിംഗ് ആയതുകൊണ്ട് പോലീസ് ചെക്കിംഗ് ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് ആരും പോകാൻ ഭയക്കുന്ന അതികഠിനമായ കാടും മലയൊക്കെ കടന്നു വേണം ഈ മരുതമ്പാറയിൽ എത്താൻ. അത് ശിവേട്ടന്റെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. ഇത് ഉങ്ങളമാര് ചിന്ന പസംഗ വേലയില്ല, ரொம்ப റിസ്കാനത്. ഉന്ന കാലയില് പാത്തവൻ താനേ? ഒന്നെ കാലയിലെ പാത്തവൻ താനെ? അപ്പൊ ഇയാൾക്ക് തമിഴ് അറിയില്ല? ഉന്ന കാലയില് പാത്തവൻ താനേ? തമിഴ് അത്ര വശമായിട്ടില്ല അല്ലേ? എവളോ? 50 ലക്ഷം കിട്ടും. 50 ലക്ഷോ? അത്രയൊക്കെ കിട്ടൂ? ഇതൊക്കെ കുറച്ച് ഓവറല്ലേ? എനിക്ക് 50 വേണം. 50-50 ഓക്കെന്നാ സൊല്ല്. എല്ലാ റിസ്കോ എന്നോടത്. 50 ലക്ഷത്തിന്റെ 50% അങ്ങനെ ശിവേട്ടൻ കൈക്കലാക്കി. ഏവൻ സൂപ്പർ വച്ചുക്കറ. എന്താ പുതിയ സ്റ്റൈലാടാ. ഒന്നുകൂടെ കാണിക്കൂ പ്ലീസ്. മാസന്നെ മതി, ഇനി കാണിക്കണ്ട കേട്ടോ. ரொம்ப റിസ്കാനത്. ഇങ്ങറന്ത് ഇഞ്ചം കണ്ടോ? 60 കിലോമീറ്റർ വണ്ടിയില് താൻ പോണോ? അങ്ങ പോയി ഇങ്ക വന്ന്. ഓ, ഇയാള് പാട്ട് പാടുകയാണോ അതോ പറയണോ? ഇങ്ങറന്ത് ഇഞ്ചം കണ്ടോ? വണ്ടി ഇറുകാ. ഒരു വണ്ടി കൂടി ഇല്ലാതെയാണ് ഇവര് കിഡ്നാപ്പിന് ഇറങ്ങാൻ പോണത്. വണ്ടിയില്ല കൊണ്ടില്ല. അയ്യേ, എന്തൊരു വൃത്തിയുടെ ലാംഗ്വേജ് അത് കൺട്രിമേൻ. അതൊക്കെ പോട്ടെ, കൊണ്ടുപോകാനൊരു വണ്ടി വേണ്ടേ? നമുക്ക് ആ മണ്ടൻ ക്രിസ്റ്റിയെ വിളിച്ചാലോ? ഉള്ളവരെ കൊണ്ട് തന്നെ സഹിക്കാൻ പറ്റണില്ല. അപ്പോഴാണ് മണ്ടനും പൊട്ടനൊക്കെ. മണ്ടനൊന്നുമല്ല, ആള് പാവാ. അങ്ങനെ മണ്ടൻ ക്രിസ്റ്റി കൂടി ഇവരുടെ ടീമിലേക്ക് ചേരുകയാണ്. എന്തായാലും നനഞ്ഞു, ഇനി കുളിച്ചു കയറാം. അത് പറ, നീ എത്ര നാളായി കുളിച്ചിട്ട്? വരകാണ്ടൊന്ന് വിളിച്ചോണ്ട് പോടാ. അങ്ങനെ തട്ടിക്കൊണ്ടുവന്ന കുട്ടിയെയും കൊണ്ട് യാത്ര തുടങ്ങുകയാണ്. അതിന് കുട്ടി എവിടെന്നാവോ? കുട്ടിയെ തട്ടിക്കൊണ്ടുവന്നത് എങ്ങനെയാണെന്നൊന്നും എന്നോട് ചോദിക്കരുത്. അതൊന്നും ഇതിൽ കാണിക്കണില്ല. അത് എഴുതി കാണിച്ചാ മതിയാ. പിന്നെന്താ, ഈ വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അത് പോയിക്കൊണ്ടിരിക്കണോ? ഞാൻ അറിഞ്ഞില്ല. അച്ഛാ കഴിച്ചറാ. ഹായ് പയറ്. നീ മറ്റേ ചാക്കടിക്കടാ. ഉനക്ക് ശിവനെ തെറിയുംല. അപ്പൊ ചാക്കിന്റെ ഉള്ളിലാണ് കുട്ടിയെ ഇവന്മാർ ഒളിപ്പിച്ചു വെച്ചേക്കണത്. ബുദ്ധിയുള്ള കേട്ടോ.
അങ്ങനെ കുറെ നേരത്തെ യാത്രയ്ക്ക് ശേഷം ശിവേട്ടൻ അയാളുടെ കൂട്ടുകാരന്റെ ഗസ്റ്റ് ഹൗസിൽ എത്തിയിട്ടുണ്ട്. இந்த தம்பிங்க எல்லாரும் இன்னைக்கு இங்கத்தான் தங்க போகுது. ഇതാണ് വീരന്റെ പുള്ള. ഇയാൾക്ക് പേരൊന്നുമില്ല കേട്ടോ. ഇത് വീരന്റെ പുള്ളയാണത്രേ. இது വീരനോட പുള്ള. ആരാന്നാവോ ഈ വീരൻ? എനിക്കറിയില്ല. കാട്ടുകൂടെയുള്ള വഴി ഈ വീരന്റെ പുള്ളക്ക് മാത്രമേ അറിയൂ. അത്രയ്ക്ക് അപകടം നിറഞ്ഞതാണ് ആ കാട്. ഇത് വീരനോட പുള്ള. കാടെ പറ്റി நல்லா தெரியும். ഇവൻ നമ്മ കൂടെ വരും. നീ എന്തിനാ ഇവനൊക്കെ ഇപ്പൊ? അങ്ങനെ വീരന്റെ പുള്ള കൂടി ഇവരുടെ ടീമിലേക്ക് ചേരുകയാണ്. ഇത് എന്താണോ ഇതിപ്പോ ക്രിക്കറ്റ് കളിക്കാനുള്ള ആൾക്കാരായല്ലോ. ഇവൻ നമ്മ കൂടെ വരും. കമ്മീഷൻ വാങ്ങാൻ ഒരു ജുമായിക്കുള്ള ആളെയും കൊണ്ട് വന്നേക്കരുത്. അവനോട് ഇവനോട് മറ്റവനോട് മറിച്ചവനോട് എന്നൊന്നോട് പറഞ്ഞേക്കരുത്. അത് ശരി. അപ്പൊ നിങ്ങൾ അയാളെയും പറ്റിച്ചു. ഇത്ര നേരമായിട്ടും ആ കുട്ടിയെ ചാക്കിൽ തന്നെ കെട്ടി വെച്ചിരിക്കുകയാണ് യുവമാര്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മരുതമ്പാറ മയിൽപ്പാറയൊക്കെ എത്തുമ്പോഴേക്കും കുട്ടി ജീവനോടെ ഉണ്ടാവില്ല. നീ ഒന്നും മിണ്ടായിരുന്നേ, ഞാൻ ഇതെങ്ങനെയെങ്കിലും ഒന്ന് അവസാനിപ്പിച്ചോട്ടെ. എടോ അത് കുട്ടിയാണ്, കായക്കൊലയല്ല ഇങ്ങനെ കെട്ടിവെക്കാൻ. അല്ല അതിന് കുട്ടീനെ ഇതുവരെ കാണിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഈ നൈറ്റ് മോഡ് ഒന്ന് ചില്ലാക്കാൻ വേണ്ടി ശിവേട്ടന്റെ വക ഒരു പാട്ട്. ഈ ഒരു പാട്ടാണ് പാടി കൊടുക്കടാ, കേൾക്കട്ടവരെ. കഥ കൊള്ളില്ലെങ്കിലും ഈ പടത്തിലെ പാട്ടൊക്കെ സൂപ്പറാണ് കേട്ടോ. തൊടിതാളം തട്ടിക്കോ പകലോളം മോന്തിക്കോ. മലയാളം പറ കേക്കട്ടെ. തകിൽ താളം തട്ടി അന്തിപ്പൺ വെട്ടം. ഫ്ലാഷ് ബാക്ക്. വളിഞ്ചു കയറി വന്നവരല്ലേ. തകിൽ താളം തട്ടി അന്തിപ്പൺ വെട്ടം. ഈ മലയാളം കേട്ടപ്പോ എനിക്ക് എന്തോ ഒരു സന്തോഷമായിരുന്നു, പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ചേണ കാറ്റേറ്റ് പാഴ്മോളം ഇയാളിപ്പോ എന്താ കരയണ്? ഇയാൾക്ക് എന്താ പറ്റി? തണ്ടേനും ദീനം വന്നു. ഒരു കുട്ടീനെ തട്ടിക്കൊണ്ടുവന്ന് ചാക്കിൽ കെട്ടി വെച്ചിരിക്കുകയാണ് ആ വണ്ടയുടെ ഉള്ളില്. എന്നിട്ട് ഇയാളിരുന്ന് കരയണു. കൊല്ലണ്ടവനാ. എന്താ വാവ, എന്താ പറ്റിന്റെ കുട്ടിക്ക്? ആരെങ്കിലും തല്ലിയോ? തുടിതാളം തട്ടിക്കോ. ഒന്ന് പോടോ. ഏയ് മൂപ്പരങ്ങടേ പോണത്? കാണാത്തീരം കടന്നേ പെൺകീടാത്തീ. തുടിതാളം തട്ടി. ഇത് പാടാനാണോ ഇയാള് വണ്ടിയുടെ ഉള്ളിലേക്കൊക്കെ കയറിപ്പോയത്? ഇത് അവിടെ ഇരുന്ന് പാടിയ പോരെ? തുടിതാളം തട്ടിക്കോ. ഈ പാട്ട് നിർത്തിക്കോ. അങ്ങനെ യാത്രയുടെ രണ്ടാം ഘട്ടം തുടങ്ങുകയാണ്. അതികഠിനമായ കാനനപാതയിലൂടെ അവർ സഞ്ചരിക്കുകയാണ്. അതികഠിനമായ ആളുകൾ പോവാൻ ഭയപ്പെടുന്ന ഈ കാടിനുള്ളിൽ ആരൊക്കെയോ റബ്ബറൊക്കെ നട്ടുവെച്ചിട്ടുണ്ട്. ഇത് ഉങ്ങളമാര് ചിന്ന പസംഗ വേലയില്ല, ரொம்ப റിസ്കാനത്. ഈ റബ്ബർ തൊടി കൂടെ പോവാനാണ് ഇയാളുടെ പ്രൊട്ടക്ഷൻ. വഴി കാട്ടാൻ വേണ്ടി വീരന്റെ പുള്ള. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. പിന്നെ അങ്ങോട്ട് ശിവേട്ടന്റെ വെറുപ്പിക്കല് തുടങ്ങുകയാണ്. വിളയാട്ടാ விளையாட்டுடா. நான் தனியா போனாலும் பைசா கிடைக்குமோ? சும்மா ஜோக்குக்கு சொன்னேன்டா. തെയ്യല്ല കഥകളി. കുറെ നേരം ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട്. ശരിയടാ, അയാളുടെ സ്വഭാവത്തിൽ എന്തൊക്കെയോ മാറ്റം വന്നിട്ടുണ്ട്. ശിവേട്ടന്റെ വെറുപ്പിക്കല് സഹിക്കാൻ വയ്യാതെ എല്ലാരും കൂടെ മൂപ്പരെ തട്ടാൻ വേണ്ടി പ്ലാൻ ചെയ്യുകയാണ്. സംഗതി വർക്കൗട്ട് ആയി കഴിഞ്ഞാൽ ആളെ കൊണ്ടല്ല ശല്യം തീർന്നു കിട്ടും. ഒരു കുഞ്ഞു ബോംബുണ്ട്. ബോംബൊക്കെയാണ് ഇയാള് ബാഗിലിട്ട് വന്നിക്കണത്. സൂപ്പർഡാ. അല്ലോ ബോംബാ. ഇതെങ്ങനെ ചവിട്ടി കഴിഞ്ഞാ കാല് പൊട്ടിത്തെറിക്കും. അങ്ങനെ ശിവേട്ടനെ കൊല്ലാൻ വേണ്ടി അയാളുടെ ചെരുപ്പിന്റെ അടിയിൽ ഇവര് ബോംബ് വെച്ചു. പക്ഷെ നമ്മുടെ ശിവേട്ടനൊന്നും പറ്റിയില്ല. ടാണാണാണ് ഒരു ഹോൺ അടിച്ച. വീണ്ടും ആരും പോകാത്ത കഠിനമായ വനത്തിലൂടെയുള്ള യാത്ര. ഇനി ഒന്നുകൂടി ഈ താനോ അത് കേട്ട് കഴിഞ്ഞാൽ ഈ പാഠം ഞാൻ അവിടെ വെച്ച് നിർത്തും. അല്ലാതെ വേറെ വഴിയില്ല. ഉറപ്പായിട്ട് ഇയാൾ നമ്മളെ വഴിതെറ്റിക്കും. നോക്കി പിന്നെ എന്ത് ചെയ്യും? നിങ്ങൾ പേടിക്കണ്ട, എന്റെ ഒരു സാധനം ഉണ്ട്. കഴിഞ്ഞില്ലേ? ഇവന്റെ ബാഗിലില്ലാത്ത ഒന്നുമില്ലല്ലോ. എന്റെ ബാഗിൽ ബോംബും പലതരം സാധനങ്ങളും ഉണ്ട്. ഇത് GPS-ന്റെ വാച്ചാ. ഇത് കെട്ടിക്കഴിഞ്ഞാ ഒരു നിലയ്ക്ക് വഴിതെറ്റില്ല. പൂരപ്പറമ്പത്തെ കച്ചവടം കഴിഞ്ഞിട്ട് നേരം ഇങ്ങോട്ട് വന്നതാ തോന്നുന്നുണ്ട്. ഇത് എത്ര വാച്ചത്? ഒന്നുകൂടെ വെച്ചോ വെച്ചോ, വഴി തെറ്റില്ല. അങ്ങനെ അവസാനം ശിവേട്ടൻ ചാക്കിൽ എന്താണെന്ന് തുറന്നു നോക്കുകയാണ്. ഇത്രയും ദിവസം ചാക്കിന്റെ ഉള്ളിൽ മൂടി കെട്ടി വെച്ചിട്ടും ഈ കുട്ടിക്കൊന്നും സംഭവിച്ചിട്ടില്ല. എന്നടാ മരുന്നെല്ലാം സാപ്പിടുற? അവന് ഹാർട്ടിന് ചെറിയ പ്രശ്നമുണ്ട്. ഇവന്റെ ഓപ്പറേഷൻ പൈസ കിട്ടുന്ന വെച്ച് വന്നാ. ഹാർട്ടിന് പ്രശ്നമുള്ള ആളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അയാളെയും കൊണ്ടുവന്ന് ഉള്ള കുന്നും കാടും മലയൊക്കെ നടത്തിപ്പിക്കുകയാണ് ഇവര്. കൊള്ളാം. വാട്ട് എ കിഡ്നി ടച്ചിങ് സ്റ്റോറി. കുട്ടിയ പിസാസ എനക്ക് പൈസ താ വേണോ? ചാക്കിന്റെ ഉള്ളിൽ കുട്ടിയാണെന്ന് അറിഞ്ഞപ്പോ ശിവേട്ടന്റെ മട്ടും ഭാവൊക്കെ അങ്ങോട്ട് മാറി. ആൾക്കിപ്പോ 80% വേണത്രേ. എനക്ക് 80% വേണോ? ചോദിച്ചാ പിന്നെ കൊടുക്കാതിരിക്കാൻ പറ്റുമോ? എനക്ക് 80% വേണോ? കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. അങ്ങനെ ശിവേട്ടൻ ചോദിച്ചതിലും കൂടുതൽ ഇവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്തൊക്കെയായിരുന്നു ഇയാളുടെ കാട്ടിക്കൂട്ടല്.
സാറേ ആ സമയത്ത് മാസിലങ്ങ് ആയിപ്പോയാണ് സാറേ അങ്ങനെയൊക്കെ. തന്നോട് എത്ര തവണ പറഞ്ഞതാ മനസാക്ഷിയില്ലാത്ത. ഓ പിന്നെ ഒരു കുട്ടീനെ തട്ടിക്കൊണ്ട് വന്ന് 2-3 ദിവസം ചാക്കിന്റെ ഉള്ളിൽ കെട്ടിവെച്ച ഇവനാണ് മനസാക്ഷിയെ കുറിച്ച് സംസാരിക്കുന്നത്. എന്നെ കൊണ്ട് പാടിക്കണോ? താനന താനാരോ. ആ അങ്ങനെ ഒരുത്തുണ്ടായിരുന്നില്ലേ ഈ വീരന്റെ പിള്ളേനൊക്കെ ഞാൻ മറന്നു. അവനെ അടിക്കാനുള്ള അവകാശം എനിക്കാ. അങ്ങനെ വീണ്ടും യാത്ര തുടങ്ങുകയാണ്. അപ്പോഴാണ് ട്വിസ്റ്റ്. കരയല്ലേ കരയല്ലേ കരയരുന്ന് പറഞ്ഞില്ലേ കരയരുന്ന് പറഞ്ഞില്ലേ. എന്താ തൂറാൻ മുട്ടുന്നു? അതേടാ. പറഞ്ഞാ കേട്ടില്ലെങ്കിൽ പിന്നെന്താ ചെയ്യാ? കൊള്ളാം, ആർട്ടിഫിഷ്യൽ ആയിട്ടേ ഇല്ല, സൂപ്പർ ആയിണ്ട്. പറഞ്ഞാ കേട്ടില്ലെങ്കിൽ പിന്നെന്താ ചെയ്യാ? പാടി കേൾപ്പിക്കുക. കൊച്ചിനെ തല്ലുന്നോ? എന്നെയാ എന്നെയാ? ഇയാൾക്കെന്താ പ്രാന്തായോ? എന്നാണ് അതിന്റെയൊക്കെ ശല്യം തീർന്നേ? നീ ഞങ്ങളെ ചതിക്കരുതില്ല ചെറ്റ്. എന്നെ നോക്കണ്ടടാ, നിങ്ങള് പൊക്കോ. അതിനിപ്പോ ആരാ തന്നെ നോക്കണത്? അങ്ങനെ നമ്മുടെ പുതിയ വില്ലൻ അയാളുടെ ലക്ഷ്യത്തിലേക്ക് എത്തി. എന്തായാലും ഇവന്മാരെ കൊണ്ടുള്ള ആവശ്യത്തെ ഹാർട്ടിന്റെ ഓപ്പറേഷൻ ഒക്കെ നന്നായിട്ട് നടക്കണ്ടല്ലോ. അങ്ങനെ വില്ലൻ മാത്രം ജയിച്ചാൽ അതിലൊരു സുഖില്ലല്ലോ. ചാക്കിന്റെ ഉള്ളിൽ കുട്ടിയാണെന്നുള്ളത് ശിവേട്ടന് മുന്നേ അറിയായിരുന്നു. ഫ്ലാഷ് ബാക്ക്. ഇതെന്താ പുറം പോക്കട വേല? ഇപ്പത്താൻ പുരിയത് ഗെയിം. എന്നിട്ട് ഈ കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടി ശിവേട്ടൻ ഒരു പ്ലാൻ ഉണ്ടാക്കി. ഇങ്ങനെ മണ്ടയ്ക്ക് അടി കൊണ്ട് വീണതൊക്കെ ഇയാളുടെ പ്ലാൻ ആയിരുന്നു ഇത്രേ. ഇത് കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ല കേട്ടോ ശിവേട്ട, ഇയാള് പക തീർത്ത പോലെ ഉണ്ട്. ഒരുത്തനെ അടിച്ചു പോട്ടേന്നാ അവൻ ഉസിരിക്ക അത് കൂടെ പാക്കാതെ നീയല്ല ഒരു ഗുണ്ട. അഭിനയോ അഭിനയോ. அந்த ஹார்ட் பேஷண்ட் திருப்பி நிறுத்து. நெஞ்சு வெடிச்சு சத்தா 2 பொண்ணுமெல்லாம் இங்கிருந்து தூக்கி போக முடியாது. ഇമാതിരി കുത്തു കിട്ടിയിട്ട് അയാളുടെ ഹാർട്ടിനൊന്നും പറ്റിയിട്ടില്ല. പിന്നല്ല ഇത് കണ്ടിട്ട് അങ്ങനെ വില്ലനെ ശിവേട്ടൻ അറുത്തു വിടുകയാണ്. നീ സെഞ്ചത് നമ്പിക്ക ദ്രോഹം. അതോടെ ഈ പടം തീരുകയാണ്. കമ്മീഷനും വേണ്ട ഒന്നും വേണ്ട ശിവേട്ട, എങ്ങനെയാലും വീട്ടിൽ ചെന്ന് പറ്റിയാ. അല്ല ഈ വെറും കൈയോടെ വീട്ടിലേക്ക് തിരിച്ചു പോകാനാണെങ്കിൽ എന്തിനാണ് ഇപ്പൊ ഇവർ ഇങ്ങോട്ട് വന്നത്? കുറെ നാടൻ പാട്ട് കേൾപ്പിക്കാനോ? താനന താനാരോ അത് കേൾക്കാനാണെങ്കിൽ ഇപ്പൊ ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ലല്ലോ. കഥയില്ലെങ്കിൽ എന്തിനാണ് വെറുതെ ഇങ്ങനത്തെ സിനിമയൊക്കെ എടുക്കണത്? പറഞ്ഞാ കേട്ടില്ലെങ്കിൽ പിന്നെന്താ ചെയ്യാ? ഇങ്ങനത്തെ സിനിമയൊക്കെ എന്റെ മുന്നിൽ തന്നെ വന്ന് പെടുണ്ടല്ലോ. എന്നാണ് അതിന്റെയൊക്കെ ശല്യം തീർന്നേ? ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്ന്.